മോശയും ജ്വലിക്കുന്ന ചെടിയും. മോശയും ജ്വലിക്കുന്ന ചെടിയുടെയും കഥ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഏറ്റവും ശക്തമായ സാക്ഷാത്കാരങ്ങളിലൊന്നാണ്. ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം മോശ വർഷങ്ങളോളം മിദ്യാനിൽ ഇടയനായി ശാന്തമായ ജീവിതം നയിച്ചു. ഒരു ദിവസം അവൻ ഹോരേബ് മലയിൽ തൻ്റെ ആടുകളെ മേയ്ക്കുന്നതിനിടയിൽ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. ഒരു ചെടി തീയിൽ കത്തിക്കൊണ്ടിരിക്കുന്നു. ഈ അത്ഭുതം അവൻ്റെ ശ്രദ്ധ പിടിച്ചെടുത്തു. അവൻ സമീപിച്ചപ്പോൾ ദൈവം ആ ജ്വാലയിൽ നിന്ന് അവനോട് സംസാരിച്ചു. ദൈവത്തിൻ്റെ വിശുദ്ധതയെ വ്യക്തമാക്കുന്നതായി മോശയോട് തൻ്റെ ചെരുപ്പുകൾ ഊരാൻ ദൈവം കൽപ്പിച്ചു. കാരണം അവൻ വിശുദ്ധ ഭൂമിയിൽ നിന്നുകൊണ്ടിരുന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ നേരിടുന്ന നിമിഷം സാധാരണയല്ല, അത് ഭക്തിയോടും വിനയത്തോടും കൂടി സമീപിക്കേണ്ടതാണ്. തുടർന്ന് ദൈവം സ്വയം അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമാണെന്ന് വെളിപ്പെടുത്തി തൻ്റെ നിയമത്തോടുള്ള വിശ്വസ്തത ഉറപ്പാക്കി. ഈ സാക്ഷാത്കാരത്തിൽ ദൈവം മോശയെ മഹത്തായ ദൗത്യത്തിലേക്ക് വിളിച്ചു. ഇസ്രായേൽ ജനങ്ങളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ളത്. ആദ്യം മോശെ ഭയത്തോടും സംശയത്തോടും നിറഞ്ഞു. തൻ്റെ കഴിവുകൾ കുറിച്ച് അവൻ സംശയിച്ചു. ഇത്തരമൊരു ദൗത്യത്തിന് താൻ യോഗ്യനല്ലെന്ന് കരുതി. എന്നാൽ ദൈവം അവന് ഉറപ്പു നൽകി, ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും. ഇതിലൂടെ ദൈവം ആളുകളെ അവരുടെ ശക്തി അടിസ്ഥാനമാക്കി തിരഞ്ഞെടുക്കുന്നില്ല, മറിച്ച് തൻ്റെ പദ്ധതിയും സാന്നിധ്യത്തിലും അടിസ്ഥാനമാക്കി തിരഞ്ഞെടുക്കുന്നു എന്ന സത്യമാണ് വ്യക്തമാകുന്നത്. ജ്വലിക്കുന്ന ചെടി ദൈവത്തിൻ്റെ ശക്തിയുടെയും വിശുദ്ധിയുടെയും പ്രതീകമാണ്. കത്തിക്കൊണ്ടിരുന്നെങ്കിലും നശിച്ചു പോകാത്ത ചെടി. അതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഭയാനകവും അതേസമയം ജീവദായകവുമാണ്. ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവം ആരെയെങ്കിലും വിളിക്കുമ്പോൾ ദൗത്യം പൂർത്തിയാക്കാൻ ആവശ്യമായ ധൈര്യവും ജ്ഞാനവും ശക്തിയും അവൻ തന്നെയാണ് നൽകുന്നത്. നാം ദുർബലരാണെന്ന് തോന്നിയാലും ദൈവത്തിൻ്റെ വിളി അവൻ്റെ ഉറപ്പോടു കൂടിയതാണ്. മോശയെ പോലെ ദൈവം നമ്മെ അയക്കുമ്പോൾ അവൻ നമ്മെ നിലനിർത്തും എന്ന് വിശ്വസിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.